ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ടാണ് കേട്ടോ. സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 ഇതാണ് സ്ക്വയർ റൂട്ട്. ഇതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 1ൻ്റെ 1, 2ൻ്റെ 4, 3 9, 4ൻ്റെ 16, 5ൻ്റെ 25, 6ൻ്റെ 36, 7ൻ്റെ 49, 8ൻ്റെ 64, 9ൻ്റെ 81, 10ൻ്റെ 100. ഓക്കെ, സ്ക്വയർ റൂട്ടിൻ്റെ അർത്ഥം എന്താണ്? 1 1നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 2 2നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, 3 3നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, 4 4നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ 10 10നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മൾ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വലിയ നമ്പർ തന്നാൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഈ എഴുതിയ നമ്പർ തന്നെ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിളല്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതാണ്. കാരണം ഒരു 0 കൂടെ ആഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 ഇതിലൊക്കെ ഞാൻ ഒരു 0 ആഡ് ചെയ്യണം. 1 0 0 0 0 0 0 0 0 0. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ ഞാൻ 2 0 ആഡ് ചെയ്തു. ഇത് 2ൻ്റെ സ്ക്വയർ ഇവിടെ 4 ആണ്, ഞാൻ 2 0 ആഡ് ചെയ്തു. 3ൻ്റെ സ്ക്വയർ 9 ആണ്, അതിന് ഞാൻ 2 0 ആഡ് ചെയ്തു. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഈ 2 0 ആഡ് ചെയ്ത് എഴുതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി 1 to 10ൻ്റെ ഇവിടെ സ്ക്വയർ കിട്ടി. അത് തന്നെ സെയിം 10 to 100ൻ്റെ നമ്മൾ ഇവിടെ സ്ക്വയർ എഴുതി. ഓക്കെ, സ്ക്വയർ എഴുതാൻ എളുപ്പമാണ്. ഇവിടെ ഒരു 0 ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഈ 2 zeros ആഡ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കേണ്ടത്. ഇനി നമ്മൾ നോർമലി നോക്കാം. നമുക്ക് ലാസ്റ്റ് നമ്പർ ഇപ്പോൾ 1 and 9 ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ റൂട്ടിൻ്റെ എപ്പോൾ ലാസ്റ്റ് നമ്പർ എപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ 1ൻ്റെ ലാസ്റ്റ് സ്ക്വയർ 1 ആണ്. അതേപോലെ തന്നെ 9ൻ്റെ ലാസ്റ്റ് 1 ആണ്. 2ൻ്റെ ലാസ്റ്റ് 4 ആണ്. അതേപോലെ തന്നെ 8ൻ്റെ ലാസ്റ്റ് 4 ആണ്. അതുപോലെ 3യുടെ ലാസ്റ്റ് 9 ആണ്. അതേപോലെ 7ൻ്റെ ലാസ്റ്റ് 9 ആണ്. 4ൻ്റെ ലാസ്റ്റ് 6 ആണ്. അതേപോലെ 6ൻ്റെ ലാസ്റ്റ് 6 ആണ്. 5ൻ്റെ ലാസ്റ്റ് 5 ആണ്. 0ൻ്റെ ലാസ്റ്റ് 0 ആണ്. അപ്പോൾ ഇതൊരു പാറ്റേൺ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക് 1 + 9 10. ഓക്കെ, അതുപോലെ 2 + 8 = 10. അതുപോലെ 3 + 7 = 10. 4 + 6 = 10. അപ്പോൾ ഇതൊക്കെ ഈ നമ്പർ 1 and 9ൻ്റെ കോമൺ നമ്പർ 1 ആണ്. 2 and 8ൻ്റെ കോമൺ നമ്പർ 4 ആണ്. 3 and 7ൻ്റെ കോമൺ നമ്പർ 9 ആണ്. 4 and 6ൻ്റെ കോമൺ നമ്പർ ലാസ്റ്റ് വരുന്നത് 6 ആണ്. പിന്നെ 5ൻ്റെ സ്ക്വയർ റൂട്ട് വരെ ലാസ്റ്റ് 5 തന്നെയായിരിക്കും. അതുപോലെ ലാസ്റ്റ് 0 വന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ 1ൻ്റെയും 9ൻ്റെയും 1 ആണ്. 2ൻ്റെ 8ൻ്റെയും 4 ആണ്. 3 and 7ൻ്റെ 9 ആണ്. 4 and 6ൻ്റെ 6 ആണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മ വയ്ക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. 1 + 9 10, 2 + 8 10, 3 + 7 10, 4 + 6 10. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു നമ്പർ ഞാൻ എടുത്ത് പറഞ്ഞു തരാണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം സ്ക്വയർ റൂട്ട് ഓഫ് 3 7 2 1. ഈ വലിയ നമ്പറിൻ്റെ നമുക്ക് സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക അങ്ങനെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ 3721 ഇവിടെ നോക്കിയാൽ ഇത് ഏത് നമ്പറിൻ്റെ അടുത്താണെന്ന് നോക്കണം. ഈ 3721 ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഏതിൻ്റെ അടുത്താണെന്ന് നോക്കണം. അപ്പോൾ ഈ 3600 and 4900ൻ്റെ
ഇതിൻ്റെ ഉള്ളിലാണ് ഈ നമ്പർ കിടക്കുന്നത് അല്ലേ, 3721. പക്ഷേ 3721 ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാണ്, 3600 അടുത്താണ്. അപ്പോൾ ഈ 3600 നിയറസ്റ്റ് നമ്പർ ഏതാണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ് വരുന്നത്, 60 ഇല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാം, ഇത് ഇവിടെ 6 ഇവിടെ എഴുതുക, ഒരു 6 ഇവിടെ എഴുതുക. ഓക്കെ, 3721 അടുത്ത് കിടക്കുന്ന നമ്പറാണ് 3600 അല്ലെങ്കിൽ 4900. 4900 ദൂരമാണ്, അപ്പോൾ 3600. അപ്പോൾ 3600 ഫസ്റ്റ് നമ്പറാണ് 6. ഓക്കെ, അപ്പോൾ ആ 6 നമ്മൾ ഇവിടെ എഴുതി, ഒരെണ്ണം മേലെ എഴുതി, ഒരെണ്ണം താഴത്ത് എഴുതി. ഇനി നമുക്ക് എന്താണ് നോക്കണം, ലാസ്റ്റ് നമ്പർ 1. ലാസ്റ്റ് നമ്പർ 1 ഏതിൻ്റെയൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞ 1 ആയിരിക്കാം അല്ലെങ്കിൽ 9 ആയിരിക്കാം. അപ്പോൾ ഇവിടെ 1 എഴുതി, ഇവിടെ 9 എഴുതി. ഓക്കെ, അപ്പോൾ ഈ 3721 എന്ന് പറയുന്നത് ഈ ഒന്നില്ലെങ്കിൽ 61 സ്ക്വയർ റൂട്ട് ആവാം, അല്ലെങ്കിൽ 69 സ്ക്വയർ റൂട്ട് ആവാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 3721 ഏത് നമ്പറിൻ്റെ അടുത്താണ് കിടക്കുന്നത്, 3600 അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 61 ഇതാണ് നമ്മുടെ 3721 സ്ക്വയർ റൂട്ട്. ഏത് നമ്പറാണോ ഇതിൽ ചെറുത്, കാരണം 61 ആണോ 69 ആണോ, അതിൽ ഏതാണ് ചെറുത് അതാണ്. കാരണം ഏതിൻ്റെ നമ്പറിൻ്റെ അടുത്താണോ കിടക്കുന്നത് ആ നമ്പർ 1. അപ്പോൾ ഈ 61 ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 3721. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി എടുത്തിട്ട് നമുക്ക് തന്നെ പഠിക്കാം. അടുത്തൊരു നമ്പർ ഞാൻ പറയാം, സ്ക്വയർ റൂട്ട് ഓഫ് 1764. ഓക്കെ, ഈ 1764 ഇനി ഇവിടെ നോക്കുക, ഇതിലേതിൻ്റെ അടുത്താണ് വരുന്നത്, 1764 വരുന്നത് നമ്മുടെ 1600 and 2500 അടുത്താണ് വരുന്നത് അല്ല, അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ 1600 ഇവിടെ ഏതാ പറഞ്ഞാൽ 4 ആണ്. ഏത് നമ്പറിൻ്റെ അടുത്താണോ വരുന്നത് ആ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 4. അപ്പോൾ ഞാൻ ഒരു 4 മേലേക്ക് എഴുതി, ഒരു 4 കീഴ്പോട്ടേക്ക് എഴുതി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ എന്താണ്, 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ 4 ആണെങ്കിൽ ഏത് രണ്ട് നമ്പറാണ് 4 വരിക, 2 and 8. അപ്പോൾ ഇവിടെ 2 എഴുതി, ഇവിടെ 8 എഴുതി. ഇനിയിപ്പോൾ മൊത്തം 1764 നമ്മൾ പറഞ്ഞു 1600 അടുത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് 4 ആണ്. അപ്പോൾ അടുത്തുള്ള നമ്പർ ആയതുകൊണ്ട്, ചെറിയ നമ്പർ ആയതുകൊണ്ട് ഈ 42 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അഥവാ ഈ നമ്പർ നമ്മുടെ 1600 അല്ല 2500 അടുത്താണ് വന്നിരുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നമ്പർ വേറെ മാറി വന്നതാണ്. പക്ഷേ ഇത് 1764 വരുന്ന നമ്മുടെ 1600 അടുത്താണ്. അപ്പോൾ നമ്മൾ 4 എഴുതി, പിന്നെ ലാസ്റ്റ് നമ്പർ 4 ആയതുകൊണ്ട് 4 ലാസ്റ്റ് നമ്പർ വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 8 ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് ചെറിയ നമ്പർ അതാണ് എൻ്റെ സ്ക്വയർ റൂട്ട് വരിക. ഒരു നമ്പർ കൂടി ഞാൻ പറയാം, ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 2704. ഓക്കെ, ഇപ്പോൾ 2704 വരുന്നത് എവിടെ വരുന്നത് നോക്കിയേ, 2704 വരുന്നത് 2500 and 3600 ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ 2500ഉം 3600 ഏറ്റവും അടുത്ത് കിടക്കുന്ന 2500 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ ഏതാണ്, 5. അപ്പോൾ ഞാനിവിടെ ഒരു 5 എഴുതി, ഇവിടെ ഒരു 5 എഴുതി. ഇനി ലാസ്റ്റ് നമ്പർ നോക്കുക, ഇതാണ് 4. 4ൻ്റെ നമ്മൾ ഇവിടെ നോക്കിയാൽ ഏതാ വരിക, 4ന് ഒന്നില്ലെങ്കിൽ 2 വരും, അല്ലെങ്കിൽ 8 വരും. അപ്പോൾ ഈ 2704 ഏത് നമ്പറിൻ്റെ അടുത്താണ് വരുന്നത്, 2500 അടുത്താണ് വരുന്നത്. അപ്പോൾ ഇതിലത്തെ ചെറിയ നമ്പർ ഏതാണോ അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.